ഹായ്. സിബിൻ ആൻഡ് ചിഞ്ചു, ആര്യ, ഈ വിഷയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വീണ്ടും ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് ചിഞ്ചു അതിനകത്ത് വന്നിട്ട കമൻറ്റുകളാണ്. കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു. കുറേ കമൻറ്റ്സ് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, വല്ലാണ്ട് വിഷമിച്ച് വല്ലാണ്ട് ദേഷ്യപ്പെട്ട് ഒക്കെയാണ് പുള്ളിക്കാരത്തി കമൻറ്റ് എഴുതിയിരിക്കുന്നത്. ഞാൻ എന്തോ കളവൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയില്ല, മാറ്റി പറഞ്ഞു എന്നുള്ളതാണ്. വാസ്തവത്തിൽ എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. സിബിൻ ചിഞ്ചു വിഷയത്തിനകത്ത് ഞാൻ കുറച്ചധികം കാര്യങ്ങൾ മിക്സപ്പ് ചെയ്ത് പറഞ്ഞു. അതായത് സമകാലികമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞു, പൊതുവയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ചിഞ്ചു അത് ചിഞ്ചുവിൻ്റെ വിഷയമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. എന്നെ വിളിച്ചിരുന്നു, വല്ലാണ്ട് കരയുന്നുണ്ട്. ഞാനും അപ്സെറ്റാണ്, കാരണം എനിക്കിഷ്ടമില്ല പെൺകുട്ടികൾ എന്നെ വിളിച്ച് കരയുന്നത് എന്നുള്ളതാണ്. ചിഞ്ചു പറഞ്ഞൊരു കാര്യം ഞാൻ മനസ്സിലാക്കാതെ എന്തോ പറഞ്ഞെന്ന്. ഇവർ തമ്മിലുള്ള വഴക്ക് ഞാൻ ശ്രദ്ധിച്ച് കേട്ടതാണ്, രണ്ട് ഭാഗത്തുനിന്ന് ഞാൻ കേട്ടു. സിബിൻ ആ ഒരു പ്രശ്നത്തിൻ്റെ കാര്യമേ ഞാൻ ഇവിടെ പറയുന്നില്ല. സിബിനോട് ഞാൻ സംസാരിച്ചിരുന്നു. സിബിൻ എനിക്ക് കുറച്ച് റെക്കോർഡ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ചിഞ്ചുവിന് പൈസ അയച്ചു കൊടുക്കുന്നത്. ഇവിടെ വിഷയം ഇപ്പോൾ നിലനിൽക്കുന്നത് ചിഞ്ചുവിൻ്റെ കുഞ്ഞിന്, സിബിൻ്റെ കുഞ്ഞിന് പണം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സിബിന് കുഞ്ഞിനെ കാണാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത് രണ്ടും നടക്കണം. സിബിൻ പൈസ അയച്ചു കൊടുക്കുന്നതിൻ്റെ രേഖ തന്നിട്ടുണ്ട്. സിബിൻ കുഞ്ഞിനെ കാണുന്നതിൻ്റെ വീഡിയോയും ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇത് രണ്ടും നന്നായി നടക്കുന്നുണ്ട്. ഇനി പരസ്പരം നിങ്ങൾ ചെളിവാരി അറിയുകയാണെങ്കിൽ അതിലേക്ക് എന്നെ വലിച്ചിടരുത്, എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനാണ് വന്നത്. മുൻപ് ഇതുപോലെ ഒരു ഫാമിലി ഇഷ്യൂവിൽ ഇടപെട്ടിട്ട് ഒരു സ്ത്രീയുടെ കള്ളത്തരം ഞാൻ നേർക്ക് കണ്ടതാണ്. ആ സ്ത്രീക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ഞാൻ ഇന്നും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. ഒരു ഗുണ്ടിയാണ്, അപ്പുറത്ത് പോയിന്ന് ഗുണ്ടാ സംഘങ്ങളെ കൊണ്ട് എന്നെ ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഇതിനകത്ത് അങ്ങനെ ഒരു ഇഷ്യൂ വരരുത് എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ നേരത്തെ കയ്യൊഴിയുന്നതാണ്. ചിഞ്ചുവിനോട് വളരെ മാന്യമായ ഭാഷയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചിഞ്ചു ഇതിനകത്ത് നിന്ന് വിട്ടു നിൽക്കണം. കാരണം ആര്യ ആദ്യമേ പ്രണയിക്കുകയോ ചിഞ്ചുവിനെ പറ്റിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. ഈ വിഷയത്തിൽ അവർ തമ്മിൽ പ്രണയിതാക്കളാകുന്നത് തന്നെ രണ്ടുപേരും ഒറ്റപ്പെട്ടിട്ടാണ്. തീർത്തും ഒറ്റപ്പെട്ടു പോയ രണ്ടുപേർ. ഒന്നാമത്തെ കാര്യം, ആര്യയ്ക്കും സിബിൻ്റെ അതേ ഏകദേശ സ്റ്റോറി തന്നെയാണ്. വിവാഹമോചനം നേടിയ ഒരു സ്ത്രീ തന്നെയാണ് ആര്യ. അവൾ ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഒരുപാട് വിഷമങ്ങളുണ്ട്. പക്ഷേ ആദ്യത്തെ ഭർത്താവിനെ പറ്റിയോ അതിനുള്ള എന്താണ് അവിടെ നടന്നതെന്ന് പോലും പറയാനോ അതിനെപ്പറ്റി മോശം പറയാനോ ആര്യ തയ്യാറാവാത്ത സ്ഥിതിക്ക് ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ പോലും ആര്യ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് പാർട്ട്ണറെ കുറ്റം പറയാത്ത ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് സിബിനെയും ആര്യയെയും തോന്നിയിട്ടുള്ളത്. അവരൊന്നിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവുമാണ്. ചിഞ്ചുവിന് വേണ്ട എന്ന് പറയുന്ന സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ രണ്ടുപേരും ഭയങ്കര വാശിയിലായിരുന്നു. ഒരുപക്ഷെ കുറച്ചുകൂടെ ആഴത്തിലിറങ്ങി അവരുമായി നല്ല സൗഹൃദമുണ്ടെങ്കിൽ ഒന്നും കൂടെ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ഒരു ഒന്നിക്കുമെന്ന് തോന്നിയിരുന്നു. പിന്നെ തോന്നിയില്ല. ഈഗോയാണ് അത്. മുന്നോട്ട് പോകുമ്പോൾ വളരെ കഠിനമാകും. ഈ ഈഗോ കാരണം ഉണ്ടാകുന്ന പ്രശ്നം രണ്ട് വ്യക്തികളുടെയും കരിയർ നഷ്ടപ്പെടും, ഭാവി മുരടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ഇപ്പം നമ്മുടെ വീട്ടിൽ സ്വസ്ഥതയില്ലെങ്കിൽ നമുക്ക് പുറത്തു പോയി എന്ത് ചെയ്താലും അത് സക്സസ് ആവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ മനസ്സ് സുഖപ്പെട്ടു, സന്തോഷമായി. അയാൾ അയാളുടെ കരിയറിൽ സക്സസ്, അവളുടെ കരിയറിൽ സക്സസ്. പിന്നെ എന്താണ് പ്രശ്നം? അയാൾ മറ്റൊരു വിവാഹം കഴിക്കുന്നതാണ് പ്രശ്നമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കറിയില്ല. ഞാൻ ഇവരുടെ പാസ്റ്റ് ഹിസ്റ്ററി ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, കുഞ്ഞിന് ചെലവിന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. കുഞ്ഞിന് ചെലവിന് കൊടുക്കുന്ന കാര്യം എവിഡൻസ് ഉൾപ്പെടെ അയച്ചിട്ടുണ്ട്. 20,000 രൂപ കോടതി നിർദ്ദേശിച്ചിട്ടില്ല. കോടതി നിർദ്ദേശിച്ചത് 7,000 രൂപയാണ്. 20,000 രൂപ അവൻ തരുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ആണ്. അതേപോലെ സ്വന്തം വീട്ടിലാണ് താമസം, വാടക വീട്ടിലല്ലെന്ന് പറഞ്ഞു. ശരി, അതെൻ്റെ കയ്യിൽ നിന്നൊരു പിഴവായിരിക്കാം. പക്ഷേ അവന് വീടുണ്ടല്ലോ, അവിടേക്ക് കൊച്ചു പോയി താമസിച്ചില്ലല്ലോ, ആ ഒരു ഏരിയയിലേക്ക് കൊച്ചിനെ കൊണ്ടുപോയില്ലല്ലോ. ഞാൻ അതിൻ്റെ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. അവൻ പോയി അവിടെ കൊണ്ടുപോയി കുറച്ച് നീ ജനിച്ചു വളർന്ന വീട്ടിലുള്ള ഒരു അസൗകര്യം അപ്പുറത്തുണ്ട് എന്നുള്ള ആ ഒരു ധാരണയിലായിരിക്കുമല്ലോ കൊച്ചു പറഞ്ഞെടുത്ത് തന്നെ അവൻ വന്നത്. അവൻ നിങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നില്ലേ താമസം. അപ്പോൾ ആ വീട് പണയപ്പെടുത്തിയിട്ടാണ് ചെയ്തതെങ്കിലും അത് അടച്ചതാരാണ്? അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. തെറ്റ് നമുക്കൊരു വ്യക്തിയെ കുറ്റപ്പെടുത്താൻ പറ്റും, പക്ഷേ നമ്മുടെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്നുള്ള ബോധം കൂടെ വേണം. ഒറ്റപ്പെട്ടു പോയെങ്കിൽ അതിലൊരു കാരണക്കാർ നമ്മളാണ്, അത് മനസ്സിലാക്കുക. ചിഞ്ചു ചെയ്ത തെറ്റ്, ചിഞ്ചുവിന് അയാളെ വേണ്ട എന്ന് പറഞ്ഞ ശേഷം പിന്നെയും അയാളെ പിന്തുടർന്നിട്ട് ഉള്ള സംസാരങ്ങളാണ് ഈ പ്രശ്നത്തിന് വഴിയാക്കുന്നത്. അത് ഞാൻ തെറ്റ് പറയത്തില്ല. ചിഞ്ചുവിന് അയാളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, ദേഷ്യം കൊണ്ടായിരിക്കാം, എന്ത് തന്നെ ആയാലും. ബാക്കി ചിഞ്ചു പറയുന്നതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനത് പബ്ലിക്കിൽ പറയുന്നില്ല, എനിക്കതിനകത്ത് താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, അയാൾ ഒരു വ്യക്തി എന്ന നിലയിൽ പേഴ്സണലി നിങ്ങൾക്കേ അറിയുള്ളൂ, എനിക്കറിയത്തില്ല. സിബിനെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല. സിബിനെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുള്ള
ഫോൺ ത്രൂ ഉള്ള ബന്ധമേ എനിക്കുള്ളൂ. ആര്യയുടെ അടുത്തായിരുന്നാലും ഫോൺ ത്രൂ ഉള്ള ബന്ധമേ ഉള്ളൂ. എനിക്ക് ഇവരെയൊന്നും പേഴ്സണലി അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് പേഴ്സണലി അറിയാമെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ സ്റ്റോറീസ് ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിക്കൽ എന്നല്ല. ഞാൻ പറഞ്ഞത് പൊതുവായ ഒരു കാര്യമാണ്. പൊതുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും, അതേപോലെ വിവാഹമോചനത്തിന് ശേഷം ആണുങ്ങളെ ഉപദ്രവിക്കുന്നതിനും ജീവനാംശത്തിന് വേണ്ടി തർക്കം പിടിക്കുന്നതും ഒക്കെയാണ് എൻ്റെ സബ്ജക്റ്റ്. ഞാനും വിവാഹമോചിതയായിരുന്നു. ഞാൻ ഒരു പൈസ പോലും വാങ്ങിക്കുകയോ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ഡിമാൻഡ് ചെയ്യുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. കുഞ്ഞിനെന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഇഷ്ടത്തോടെ കൊടുക്കട്ടെ, കൊടുത്തില്ലെങ്കിലും എനിക്കൊരു വിഷമമില്ല. എനിക്കുണ്ട്, ഞാൻ കൊടുക്കും. ഇല്ലെങ്കിൽ എൻ്റെ മകൻ സമ്പാദിച്ചോളും. അങ്ങനെ ഒരു ടേമുള്ള എനിക്ക് ഈ പെൺകുട്ടികൾ ഇതിൻ്റെ പിറകെ പോയി അവരുടെ ജീവിതം നശിപ്പിക്കുന്നതിനോട് വിയോജിപ്പാണ്. ആ വിയോജിപ്പാണ് ഞാനിവിടെ പ്രകടിപ്പിച്ചത്. എനിക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചേച്ചി എന്നോ അമ്മയെന്നോ ഒക്കെ നിങ്ങൾ കൺസിഡർ ചെയ്ത ഒരു വ്യക്തി ഇത്രയും പറഞ്ഞതിലുള്ള ദേഷ്യമാണ് നിങ്ങളവിടെ പ്രകടിപ്പിച്ചത്. ഞാൻ ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു, തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ചിഞ്ചു കണ്ടിരിക്കാൻ സാധ്യതയുണ്ടോന്നില്ലെന്ന് എനിക്കറിയത്തില്ല. മറ്റൊരു സ്ത്രീ ഇതുപോലെ വന്ന് കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അവിടെയും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ആ വ്യക്തി എത്ര നാളായി വ്യക്തി അധിക്ഷേപം കേൾക്കുന്നുണ്ടെന്ന് അറിയാമോ? അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഒരാളെ വേണ്ട എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അയാൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ കിടന്ന് വെപ്രാളപ്പെടരുത്. തെറ്റാണത്. അത് അംഗീകരിക്കാൻ എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ക്യാപ്ഷൻ കണ്ടിട്ട് ആ താഴെയുള്ള ക്യാപ്ഷൻ മാത്രമേ അത് വാലിഡ് ഉള്ളൂ. അതിൻ്റെ മുകളിലുള്ളത് തീർച്ചയായിട്ടും ഞാനത് പബ്ലിക്കിന് കൊടുത്തൊരു മെസ്സേജാണ്. പുരുഷന് കന്യാത്തല്ലേ? പുരുഷൻ്റെ നിങ്ങൾ പിടിച്ചു വാങ്ങിക്കുന്നത് എന്തിനാ? വിവാഹം എന്ന് പറയുന്ന രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള എഗ്രിമെൻ്റ് അല്ലേ? രണ്ട് കുടുംബക്കാർ തമ്മിൽ ചേരുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങളിലെ അവരും ചിലവ് ചെയ്യുന്നു, ഇവരും ചിലവ് ചെയ്യുന്നു. അവർ ഫംഗ്ഷൻ നടത്തുന്നു, ഇവരും ഫംഗ്ഷൻ നടത്തുന്നു. പിന്നെ അത് ഒരാൾ അതിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? രണ്ടുപേർക്കും ഉണ്ടായ ചിലവും നഷ്ടങ്ങൾക്കും ഒരാൾ കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് ചിഞ്ചുവിൻ്റെ വിവാഹ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല. അവിടെ ചിഞ്ചുവിനെ പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. അത് ഇത് മുതൽ കേൾക്കുക. ഇതുവരെ ഉള്ളത് കേൾക്കാതെ ഇത് മുതൽ കേൾക്കുക. ചിഞ്ചുവും സിബിനും ഒന്നിച്ച് ജീവിച്ചതിൽ സിബിനുമായി മുൻപോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ഇനി എന്തിനു പറയണം കുട്ടി? ഇത്രയും ദിവസം നിങ്ങൾ പറഞ്ഞു, നാണം കെടുത്തി, പരസ്പരം വെല്ലുവിളിച്ചു. അതിലിടയ്ക്ക് നിന്നുകൊണ്ട് അത് കോംപ്രമൈസ് ചെയ്ത് ക്ലോസ് ചെയ്തൊരു കാര്യമാണ്. നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തു, രണ്ടുപേരും മ്യൂച്വലായി എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് കൊടുത്തു. ചിലവിന് അവൻ പൈസ തരുന്നുണ്ട്. അത് വാങ്ങി കുട്ടിയെ നന്നായി നോക്കി ജീവിക്കൂ. ഇനി അത് വേണ്ട എങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യൂ. നിങ്ങൾക്ക് കടം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് അവൻ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? എവിടെയാണ് പ്രോബ്ലം? പേയ്മെൻറ്റ് തന്നു, അത് അയാൾ വരുത്തി വെച്ച കടമാണെന്ന് പറയുന്നു. വണ്ടി വാങ്ങിയത് ആ വണ്ടിയിൽ താനും യാത്ര ചെയ്തിട്ടില്ലേ? വീട്ടിലെ ചിലവുകൾക്കായി അയാൾ തന്നിട്ടില്ലേ? നിന്നെയും കുഞ്ഞിനെയും നോക്കിയിട്ടില്ലേ? ഇപ്പോഴും അയാൾ പൈസ തരുന്നില്ലേ? അപ്പോൾ പിന്നെയും ഇരുന്നു കൊണ്ട് അയാളുടെ പാസ്റ്റ് ഇങ്ങനെ തോണ്ടിയെടുത്താൽ എന്താ ലാഭം? അയാളെ നാണം കെടുത്തിയാൽ ചിഞ്ചുവിന് എന്ത് കിട്ടും? അയാൾ ഒരു വാക്ക് പോലും ചിഞ്ചുവിന് അഗൻസ്റ്റ് പറഞ്ഞിട്ടില്ല. ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. കുഞ്ഞിനെ കാണാൻ തരുന്നില്ല, അത്രയല്ലേ പറഞ്ഞുള്ളൂ. അതിനപ്പുറം വേറെ എന്തെങ്കിലും ചിഞ്ചുവിൻ്റെ പേഴ്സണൽ വ്യക്തിയെത്തിയ എന്തെങ്കിലും അവൻ ചെയ്തോ? മിണ്ടിയോ? കുടുംബത്തിനെ പറഞ്ഞോ? ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയേറ്റേഴ്സ് ഉണ്ട്, എൻ്റെ ഫോൺ എടുക്കുന്നില്ല, എൻ്റെ കുട്ടിയെ കാണാൻ പറ്റുന്നില്ല, ഞാൻ ചിലവിന് കൊടുക്കുന്നുണ്ട്, എന്നെപ്പറ്റി മോശം പറയണു, എന്തിനാണെന്ന് എനിക്കറിയത്തില്ല എന്നല്ലേ പറഞ്ഞത്. ഒരാളുടെ നിസ്സഹായ അവസ്ഥയാണ് അയാൾ വന്നിരുന്നുകൊണ്ട് പറഞ്ഞത്. അത് ആർട്ടിക്കുലേറ്റ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ മുഴുക്ക എന്തൊക്കെയോ ദേഷ്യവും വൈരാഗ്യവും കൊണ്ട് നടക്കുന്നത് പോലെയാണ് തോന്നിയത്. നമ്മളുടെ പാർട്ട്ണർ മറ്റൊരാളെ സ്വീകരിക്കുമ്പോൾ ഉള്ളിലൊരു നോവ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും, ഇല്ല എന്നൊക്കെ പറയണ നുണയാണ്. പക്ഷേ അതിന് നമ്മൾ കൊടുത്തത് ആ ഒരു ചാൻസാണ്. അപ്പം നമുക്ക് ആ വേദന അനുഭവിക്കാനുള്ള എല്ലാ ഇതുമുണ്ട്. അത് മനസ്സിലാക്കുക, ക്ഷമിക്കുക, ഷോ മസ്റ്റ് ഗോ ഓൺ. ഇനി ഈ നഷ്ടം വരുത്തി വെച്ചത് നമ്മളാണ്. ആ നഷ്ടം ഉൾക്കൊള്ളാനുള്ള മാനസിക വലിപ്പം ഉണ്ടാകട്ടെ. അതിനപ്പുറം ഒന്നും പറയാനില്ല. ഇതിൽ ഞാൻ വൺ സൈഡഡ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. സിബിനെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. ചിഞ്ചു എന്നെ വിളിച്ച് ദേഷ്യപ്പെട്ട് കരഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ സിബിനെ കോൺടാക്ട് ചെയ്തത്. എനിക്ക് ആ ലിസ്റ്റ് അയച്ചു തന്നു, പൈസ അയച്ചു കൊടുത്തതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവർ പൈസ അയച്ച് തന്നിട്ടുണ്ട്, നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കി ഒരു പേഴ്സണൽ ഇതും പുള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ ചിഞ്ചു അങ്ങനെ ആയിരുന്നില്ല. ചിഞ്ചു എന്നോട് പറഞ്ഞെന്താണെന്ന് ചിഞ്ചുവിന് ഓർമ്മയുണ്ടോ? ഞാനതൊന്നും പറയുന്നില്ല. അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് കൊടുത്താൽ ചിഞ്ചു വിചാരിക്കുന്ന കണക്ക് ലോകം ചിഞ്ചുവിനെ തൂക്കി തലയിൽ വയ്ക്കുമെന്നല്ല. ഇപ്പോൾ ചിഞ്ചു ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ടൊരു പരിപാടിയായിരിക്കും അതെന്ന് എനിക്ക് പറയാനുള്ളൂ. ചെയ്യരുതെന്നാണ് റിക്വസ്റ്റ്. ബാക്കി ചിഞ്ചുവിൻ്റെ ഇഷ്ടം, നമുക്ക് പറയാനല്ലേ പറ്റൂ. എന്തുകൊണ്ട് ഓപ്പൺ ആയിട്ട് വന്ന് പറയണമെന്ന് ഓപ്പൺ കമൻറ്റ് അവിടെ ഇട്ടതുകൊണ്ടാണ്. ഞാൻ കോൾ ചെയ്തല്ലോ, എന്നോട് സംസാരിച്ചതല്ലേ, പിന്നെന്തിനാ അവിടെ ഒരു കമൻറ്റ് വരേണ്ട കാര്യം? അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചിഞ്ചു ഇത് പബ്ലിക്കിൽ ഇടാൻ തീരുമാനിച്ചിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ സിബിൻ്റെ ഒപ്പവും ആര്യയ്ക്കൊപ്പവും ആയിരിക്കും. തർക്കം വേണ്ട. എന്തുകൊണ്ടെന്നറിയാമോ?
നീതിയില്ലാത്ത ഒരു കൂട്ടുകെട്ടിനോടും എനിക്ക് താല്പര്യമില്ല. ഞാൻ വളരെ വൃത്തിയായി പറഞ്ഞൊരു കാര്യമാണ്. ഒരു കാരണവശാലും ഞാൻ ഓൺ സൈഡഡ് അല്ല, ഞാൻ അവൻ്റെ ഭാഗമല്ല പറയുന്നത്. വിഷയം വിവാഹമോചനം കഴിഞ്ഞു. കുട്ടിക്ക് വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചെലവ് കൊടുക്കുക എന്നുള്ളത് അവൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയുക. അതിനപ്പുറം അവൻ്റെ പേഴ്സണൽ ലൈഫ് നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ അവൻ്റെ പേഴ്സണൽ ലൈഫും അവൻ ഭയങ്കര കുഴപ്പമാണെന്നുള്ളതൊന്നും വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ ഒക്കത്തില്ല, തെറ്റാണ്. ഇത്രയും നേരം ഞാൻ മറ്റൊരു വീഡിയോ ഇടാതെ ചിന്തിച്ചതും ആലോചിച്ചതും ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് ചിന്തിച്ചതും ഒക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് എത്രത്തോളം തൻ്റെ കരച്ചിൽ ബാധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി വളരെ വിഷമത്തോടു കൂടി വന്ന് അവളുടെ വേദന പറയുമ്പോൾ അത് കേൾക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പല കരച്ചിലുകളിൽ ഞാൻ പോയി വീണിട്ട് പ്രശ്നത്തിലായിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ എൻ്റെ അവസാന വീഡിയോ ആയിരിക്കും ഇത്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, അപ്പുറത്ത് നിങ്ങൾ പടയൊരുങ്ങിയ ഇപ്പുറത്ത് സിബിൻ്റെ ഒപ്പം ഞാൻ നിൽക്കും എന്ന് തന്നെ പറയുന്നു. അതിന് കാരണം ഇപ്പോൾ ഇത് അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിയാണ്. ഇപ്പോൾ യാതൊരു പ്രോബ്ലത്തിലും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയെ അനാവശ്യമായി ഈ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ വലിച്ചിടാനാണ് നോക്കുന്നതെങ്കിൽ അറിയാലോ, അങ്ങറ്റം പോയാൽ നമുക്കൊരു ലാഭവും ഇല്ലാഞ്ഞിട്ട് പോലും വർഷക്കണക്കിന് തെറി കേട്ടവളാണ് ഞാൻ. ഈ ജിനുവിൻ്റെ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ എൻ്റെ സ്റ്റാൻഡ് ഉറച്ചതായിരിക്കും. ഞാൻ മാറില്ല. തെറ്റാണ് ഈ ചെയ്യുന്നത്. നമ്മളെ വിവാഹം കഴിച്ച വ്യക്തിയാണ്, നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ച വ്യക്തിയാണ്. ഇടയ്ക്ക് അസ്വാരസ്യങ്ങൾ വന്നപ്പോൾ നമ്മൾ പിരിഞ്ഞു, മാറി, ശരി, സമ്മതിച്ചു. അതിൻ്റെ അർത്ഥം പഴയ കഥകൾ എടുത്തിട്ട് പറയരുത്. ആ കുഞ്ഞിൻ്റെ ഭാവിയെ ബാധിക്കും എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു. കേട്ടാൽ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നിനക്ക് നല്ലത്. എനിക്കൊന്നും പറയാനില്ല. ഇടയ്ക്ക് നിന്ന് മൂട്ടിത്തരാൻ പലരും ഉണ്ടാവും. അവർക്കിത് കണ്ടന്റാണ്, അവർക്കിത് തമാശയാണ്. ആ തമാശ നമ്മുടെ ലൈഫിൽ വെച്ച് കളിക്കണോ വേണ്ടേ എന്നുള്ളത് ആലോചിക്കാം. അനാവശ്യ സ്ട്രെസ് ഒഴിവാക്കുക. നിങ്ങൾ ഉപേക്ഷിച്ച ഒരു രത്നം തന്നെയാണ് അവൻ. അതിനെ എടുത്ത് വെക്കേണ്ടടുത്ത് വെച്ചത് ആര്യ തന്നെയാണ്. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് അവൾ അങ്ങനെ അവൻ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിൽ നിങ്ങൾ അവഹേളിക്കപ്പെടുമെന്നതിനപ്പുറം ഒരു ലാഭവും ഇല്ല എന്നുള്ളത് തിരിച്ചറിവാണ്. സമയനഷ്ടം, മാനനഷ്ടം, ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുക. ഇതെൻ്റെ പേഴ്സണൽ ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കും. നിങ്ങൾക്കിടയിൽ മീഡിയേറ്ററായി നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ടറിയാം. ഞാൻ ചിഞ്ചുവിനെ കുറ്റപ്പെടുത്തുന്നില്ല. ചിഞ്ചു അനുഭവിച്ച വേദനകൾ ഞാൻ അംഗീകരിക്കുന്നു. ചിഞ്ചുവിനെ അടിച്ചു പിടിച്ചു, ചിഞ്ചുവിന് ഇഷ്ടമില്ല, ചിഞ്ചുവിനെ കെയർ ചെയ്തില്ല, ചിഞ്ചുവിനെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം മദ്യപാനിയായിരുന്നു. കറക്റ്റ്, എല്ലാം സമ്മതിച്ചു. എല്ലാം നമ്മൾ കേട്ടിട്ട് തന്നെയല്ലേ അത് അമിക്കബിളി സോൾവ് ചെയ്തത്. പിന്നെ എന്താ, അയാൾ ഇനി മദ്യപിച്ചാൽ എന്ത്, അയാൾ സ്ത്രീകളുമായി അഫെയർ വെച്ചാൽ തനിക്കെന്ത്, അയാൾ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ തനിക്കെന്ത്, തട്ടിപ്പ് കേസ് നടത്തിയാൽ തനിക്കെന്ത്, തന്നെ ഇതൊന്നും ബാധിക്കുന്നത്, ഇതൊക്കെ ബാധിക്കുന്ന വ്യക്തി ആര്യയാണ്. അത് ആര്യ നോക്കിക്കൊള്ളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സാക്ഷിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. എൻ്റെ രാത്രി പാതിരാത്രിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്തിടുന്നത്. താങ്ക് യു സോ മച്ച്. വീഡിയോ ഷെയർ ചെയ്യണമെന്നില്ല, ചിഞ്ചു കാണാൻ വേണ്ടി മാത്രമാണ്. താങ്ക് യു.